അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. അതെ, ഇതൊരു സാധാരണ മരണമല്ല. ആരും കൊതിക്കുന്ന, ആരും ഒന്ന് ആഗ്രഹിക്കുന്ന ഒരു മരണം. ചില മരണങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള മരണങ്ങളും ഇവിടെ നടക്കാറുണ്ട്. എന്തു പറയണമെന്ന് ആശങ്കപ്പെടുന്ന ഒരു മരണം, മുത്ത് ഹബീബ് അനുഗ്രഹിച്ച ഒരു മരണം, മുത്ത് ഹബീബിൻ്റെ ചാരത്ത് നിന്ന് ഒരു മരണം. ആരാണ് ഇതുപോലൊരു മരണം ആഗ്രഹിക്കാത്തത്? ആഗ്രഹം സഫലമായിരിക്കുന്നത് അൻസിൽ എന്ന ഈ 16 വയസ്സുകാരന്. അൻസിലിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആരാണ് അൻസിൽ? പടച്ചറബ് ഒരു പരിമിതികൾ കൊടുത്ത ഒരു 16 വയസ്സുകാരനാണ് അൻസിൽ. അൻസിലാണ് ഇതുപോലൊരു ആഗ്രഹം സാധിച്ചെടുത്തിരിക്കുന്നത്. വല്യുമ്മയുടെയും വല്യുപ്പയുടെയും കൂടെ ഉംറ നിർവഹിക്കാനായി പുണ്യഭൂമിയിലെത്തിയ ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് അൻസിലിൻ്റെ അവസാന വാക്കുകളാണിത്. ഉമ്മയോട് ഞാൻ പോയെന്ന് പറഞ്ഞേക്കണേ എന്ന്. ഈ ഒരു വാക്കുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് വീഡിയോകൾ അൻസിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. വെറും വീൽ ചെയറിൽ മാത്രം മക്കയിലേക്ക് എത്തിയ കോഴിക്കോട് കുന്ദമംഗലം നിവാസിയായ 16-കാരൻ തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഉംറ എന്ന സ്വപ്നം പൂർത്തിയാക്കിയ ഭിന്നശേഷിക്കാരനായ കോഴിക്കോട് കുന്ദമംഗലം പിലാശ്ശേരി സ്വദേശി മുഹമ്മദ് അൻസിൽ 16 വയസ്സ് ഇനി അന്തിവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? പുണ്യഭൂമിയുടെ ആ മണ്ണിൽ, മുത്ത് ഹബീബിൻ്റെ ചാരത്ത്. പിന്നെ ഇത് അൽഹംദുലില്ലാ എന്നല്ലാതെ പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? എത്ര ആളുകൾ ആഗ്രഹിക്കുന്നതാണ്, എത്ര ആളുകൾ സ്വപ്നം കാണുന്നതാണ് ഇതുപോലൊരു മരണത്തെ. അസ്ഥികൾക്ക് ബലക്കുറവ് മൂലം ഒടിഞ്ഞു പോവാകുന്ന ബ്രിട്ടിൽ ഡിസീസ് എന്ന ജനിതക വൈകല്യ രോഗം ബാധിച്ചായിരുന്നു അൻസിൽ ജനിച്ചത്. മക്കയിലെ ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കാനും കഅബയുടെ സാമീപ്യം അനുഭവിക്കാനും മദീനയിലെ മസ്ജിദ് നബവി സന്ദർശിക്കാനുള്ള അതിയായ ആഗ്രഹമായിരുന്നു അൻസിലിനുണ്ടായിരുന്നത്. ഈ ആഗ്രഹ സാഫല്യത്തിനായി നാട്ടിൽ നിന്നുള്ള സ്വകാര്യ ഗ്രൂപ്പിനോടൊപ്പം വല്യുപ്പക്കും വല്യുമ്മയ്ക്കൊപ്പം അൻസിൽ ഉംറ നിർവഹിക്കാനെത്തി. വീൽ ചെയറിലിരുന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി. പ്രവാചകന്റെ പൂങ്കാവനം സന്ദർശിക്കാൻ മദീനയിലെ താമസത്തിൽ തിങ്കളാഴ്ച പുലരുന്നതിനു മുമ്പേ ഉണർന്ന അൻസിൽ അംഗശുദ്ധി വരുത്തി പ്രാർത്ഥനാപൂർവം കിടക്കയിൽ കാത്തിരുന്നു. ഒപ്പമുണ്ടായിരുന്ന വല്യുമ്മയോടും വല്യുപ്പയോടും നാട്ടിലുള്ള ഉമ്മയെ വീഡിയോ കോളിൽ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. നാട്ടിൽ നേരം പുലർന്നാൽ വിളിക്കാമെന്ന വല്യുമ്മയുടെ വാത്സല്യം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവരറിഞ്ഞിരുന്നില്ല അവൻ മറ്റൊരു യാത്രയിലുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നത്. മറുപടിയായി ആ പൊന്നുമോൻ പറഞ്ഞത് അതാണിന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉമ്മയോട് ഞാൻ പോയി എന്ന് പറഞ്ഞേക്കണേ എന്ന് എന്നും പറഞ്ഞ് ശാന്തമായി കലിമ ചൊല്ലി കിടക്കുകയായിരുന്നു ആ പൊന്നുമോൻ. ഇന്ന് പുലർച്ചെ 3:30 ശേഷം ആ കണ്ണുകൾ പിന്നെ തുറന്നില്ലത്രേ. അൻസിൽ ശാന്തമായി അന്ത്യനിദ്രയിലാണ്ടതായി ബന്ധുക്കൾ പറഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഫജ്ർ നിസ്കാരത്തിന് ശേഷം മസ്ജിദുൽ നബവിയിൽ ജനാസ നമസ്കാരം നടത്തിയ ശേഷം മയ്യത്ത് ജന്നത്തുൽ ബഖീയിൽ ഖബറടക്കം ചെയ്തു. ഇതാണ് പ്രിയപ്പെട്ടവരെ അൻസിലിൻ്റെ മരണം. ഇത് ഞങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് ഈ മദീന ക്യാമ്പ് CC വെൽഫെയർ വിങ് ആണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ഒരു കുറിപ്പ് അവരാണ് ഞങ്ങളോട് പങ്കുവച്ചത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു മരണം പടച്ചറബ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നല്ലൊരു ദിവസം പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് പടച്ചറബ് നമുക്കും ഇതുപോലൊരു മരണം തരുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.